ഞാനൊരു കുറച്ച് വർഷങ്ങളായിട്ട് ഉടമ്പടി ജീവിതത്തിലാണ് ജീവിക്കുന്നത്. ആ ജീവിതം തുടങ്ങിയപ്പോൾ മുതലേ എനിക്ക് മനസ്സിലായൊരു സത്യമുണ്ട്. അതിനു മുമ്പുള്ള ജീവിതമായിരുന്നു ഏറ്റവും മോശപ്പെട്ട ജീവിതമെന്നും ആ ജീവിതം ജീവിക്കാനാണ് പാടെന്നുള്ളത്. പലരും എന്നോട് ഉടമ്പടി എടുത്ത ആളുകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. "അയ്യോ ചേച്ചി, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതായത് ഈ ഓർഫനേജിൽ പോവുക, പത്രം കൊടുക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്." എടാ, ചുമ്മാതെ ഈ ഫോണിൽ തോണ്ടിയിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാണ്ടു അടിച്ച് നടക്കുന്ന സമയങ്ങൾ നമുക്കില്ലേ? അതിൻ്റെ ഒരു 15 മിനിറ്റ് പോലും വേണ്ട ഒരു പത്രം വിതരണം ചെയ്യാൻ. ഞാനൊക്കെ ഒരു 10 കെട്ട് പത്രമായിട്ട് സ്റ്റാൻഡിലോട്ട് ഇറങ്ങിയ 15 മിനിറ്റ് തയ്ച്ചെടുക്കത്തില്ല അത് കൊടുത്തു തീർക്കാൻ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അടൂര് സ്റ്റാൻഡിലാണ് കൊടുക്കാൻ കയറിയത്. ഞാനൊരു ബസ്സിൽ കയറിയിട്ട് നിറച്ച ആളായിരുന്നു കേട്ടോ. ഒരു 20 പേരോളം എന്നെ പുച്ഛിച്ച്. എനിക്ക് ഞാൻ പറഞ്ഞു, ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ ഞാൻ ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, ആളുകൾ ഇപ്പോഴും സ്വന്തം കഴിവിൽ വിശ്വസിക്കുകയും അതായത് ദൈവം എന്ന് പറയുന്ന കാര്യം ഞങ്ങൾക്ക് തരേണ്ട സമയത്ത് തരും എന്നൊരു മൈൻഡ് സെറ്റപ്പിൽ ജീവിക്കുകയാണ്. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല പ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തികൾ ചെയ്താൽ ദൈവത്തിൻ്റെ ഒരു അംശം നമ്മുടെ ഉള്ളിലുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഉടമ്പടി ജീവിതം ജീവിക്കാനാണ് സിമ്പിള്. ഇപ്പം ഒരു ലഹരി ഉപയോഗിച്ചാൽ അതിൻ്റെ പിന്നീടുള്ള ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് പോകും. നമുക്ക് പല പല പ്രശ്നങ്ങൾ, ഇപ്പോൾ കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ അതായത് മദ്യപാനം കൊണ്ട് കുടുംബം നശിച്ചു പോകുന്നുണ്ട്. അപ്പം കുടുംബജീവിതം നശിക്കുന്നുണ്ട്, ഹെൽത്ത് പോകുന്നു, തൊഴിൽ പോകുന്നു, സാമ്പത്തികമായി തകരുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. നമുക്ക് ഈ ഉടമ്പടിയിൽ മെയിനായിട്ട് പറയുന്നുണ്ട് മദ്യപാനം അത് പാടില്ല എന്നുള്ളത്. അത് നല്ല കാര്യമല്ലേ? അതുപോലെ കാരുണ്യ പ്രവർത്തനം ചെയ്യണം, അതൊരു മോശപ്പെട്ട കാര്യമാണോ? പിന്നെ ഈ പത്രം എന്ന് പറയുന്ന ഒരു കാര്യം സാക്ഷ്യങ്ങൾ നിറഞ്ഞ പത്രമാണ്. ആ അനുഭവങ്ങൾ അവർ വന്ന് അത്രയും ഒച്ചത്തിൽ അല്ലെങ്കിൽ അത്രയും മനുഷ്യരുടെ മുന്നിൽ പറയണമെങ്കിൽ ദൈവത്തെ കൂടുതൽ അറിയണമെന്നാണ് അവർ പറയുന്നത്. പലരും പറയാറുണ്ട് ദൈവത്തിന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ദൈവത്തിന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല, ശരിയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ പ്രചരിക്കുന്ന കാലത്ത് ദൈവത്തിനെ പറ്റി നമ്മളിൽ 10 പേരെങ്കിലും മുന്നോട്ട് പോയി പറയാൻ തയ്യാറായിരിക്കണം. എന്നാൽ മാത്രമേ ഈ പറയുന്ന ലഹരികളാണേലും അതിൽ നിന്നൊക്കെ അഡിക്റ്റായിട്ട് നിൽക്കുന്ന ആളുകൾ ഒരു നിമിഷമെങ്കിലും പുറകിലോട്ട് വരത്തുള്ളൂ. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, ചേച്ചി എനിക്ക് അടുപ്പമുള്ള ഒരാളിനോട് പറഞ്ഞാണ് എന്താണ് കൃപാസനത്തിൽ നടക്കുന്നത്, അതൊന്നും ബൈബിളിലുള്ള കാര്യങ്ങളല്ലെന്ന്. ബൈബിളിലുള്ള കൽപ്പനകളൊക്കെ തന്നെയാണ് കുഞ്ഞ് അനുസരിക്കാൻ അവിടുന്ന് നമ്മളോട് പറയുന്നത്. അതിന് കുറച്ചുകൂടെ പ്രഷർ തന്നാണ് അവർ പറയുന്നത്. കാരണം അതനുസരിക്കണം, അതാണ് അവിടുത്തെ പ്രഷർ. അപ്പോൾ ഇപ്പം ബൈബിൾ വായിക്കുന്നവരുണ്ട്, ടിപ്പിക്കൽ ക്രിസ്ത്യൻസ് ഉണ്ട്,